ശ്രീരേഖയുടെ മറ്റൊരു മുഖം കാണാൻ സാധിക്കുന്നുണ്ട്. ജിൻഡോയുടെ മേലുണ്ടല്ലോ ഒരു പീഡന ശ്രമം അല്ലെങ്കിൽ ഒരു പെൺകോന്തനാണ് ജിൻഡോ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി സ്ത്രീകളുടെ അടുത്ത് കിടക്കാൻ വേണ്ടി ജിൻഡോ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ശ്രീരേഖ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ജയിലിന്റെ ഉള്ളിൽ ജാസ്മിന്റെ അടുത്ത് പോയി ജിൻഡോ പോയി കിടന്നു. അതിനെ ശ്രീരേഖ പറയുന്നത് രീതി ജിൻഡോയ്ക്ക് ജാസ്മിന്റെ അടുത്ത് കിടക്കാൻ ആഗ്രഹമുള്ള രീതിയിലേക്കാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇത് കേട്ട് ഒരു മരവാഴ അവിടെ ബെഡിൽ കിടക്കേണ്ട നമ്മുടെ മുടിയൻ കഴിഞ്ഞ ആഴ്ച വരയ്ക്കും ജിൻഡോയെ പുകഴ്ത്തിയും ജിൻഡോയുടെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അവന് ജിൻഡോ അത്രയും നല്ലതനല്ല. കാറ്റിന്റെ ഒപ്പം അങ്ങ് തുഴഞ്ഞു പോകുന്ന ചില കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ ജാസ്മിന്റെയും ഗബ്രിയുടെയും ന്യായങ്ങളായിരിക്കും ഇവർക്ക് ഏറ്റവും വലുത്. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല പ്രേക്ഷകർ ആരുടെ കൂടെ ആയിരിക്കും എന്നുള്ളത്. അത് ജിൻഡോയ്ക്ക് നന്നായി വ്യക്തമായിട്ട് അറിയാം. ശ്രീരേഖ അവിടെ എന്തൊക്കെ ജിൻഡോയെ കയറ്റിവെച്ച് പറഞ്ഞാൽ പോലും ജിൻഡോയെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അദ്ദേഹം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്ന് പോലും വ്യക്തമായിട്ട് പ്രേക്ഷകർക്കറിയാം. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരാണിനെയും എവിടെയും കൊണ്ടെത്തിക്കാം എന്നുള്ളൊരു ധാരണ ശ്രീരേഖയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് മാറ്റിവെച്ചേക്ക്. ജിൻഡോ മച്ചാൻ ആൾ സ്ട്രോങ്ങാ. ആളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്.